അങ്കനവാടി മുതൽ 104 വയസ്സുള്ള അബ്ദുള്ള മൗലവി വരെ സ്മാർട്ട് ആവുന്നതാണ് നവകേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് തൃക്കാക്കര നഗരസഭ 23-ാം ഡിവിഷനിൽ പൂർത്തീകരിച്ച അങ്കനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ 2024-25, 2025-26 സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൃക്കാക്കര നഗരസഭ 23-ാം ഡിവിഷനിൽ പൂർത്തീകരിച്ച അങ്കനവാടി കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 16 ലക്ഷം ഞങ്ങൾക്കൊക്കെ ഒരു സൗകര്യമുണ്ട്. പൈസ ചെലവാക്കേണ്ട കാര്യം. പിന്നെ അവിടെ ധാരാളം സംഭാവനയുണ്ട്. നാട്ടുമ്പുറാകുമ്പോൾ അങ്ങനെ ഒരു അപ്പോ എന്തായാലും പൈസ കൊടുത്താൽ തന്നെ ഭൂമി കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഭൂമി ഒക്കെ സംഘടിപ്പിച്ച് 2 വർഷത്തെ വികസന ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അംഗൻവാടി, സ്മാർട്ട് അംഗൻവാടി ഈ വാർഡിൽ യാഥാർത്ഥ്യമാക്കിയ കൗൺസിലറെയും നഗരസഭയെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾ നല്ല സ്മാർട്ടായി വളരാനാണ് സ്മാർട്ട് അംഗൻവാടി. അംഗൻവാടി മുതൽ സ്കൂൾ വരെ സ്മാർട്ടാണ് ഇന്ന് കേരളത്തിൽ. എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവണം. കാരണം അവരാണ് നാടിന്റെ ഭാവി എന്നത്. നല്ല സൗകര്യങ്ങളിൽ അവർ വളരണം. നല്ല വിദ്യാഭ്യാസം അവർക്ക് കിട്ടണം. അങ്കണവാടി കുട്ടികൾ മുതൽ 104 വയസ്സുള്ള അബ്ദുള്ള മൗലവി വരെ സ്മാർട്ടാവുന്ന കേരളമാണ് നവകേരളമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ക്ലാസ് മുറികൾ സ്മാർട്ടായതും 96% സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭയുടെ 2024-25, 2025-26 സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപിള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ടി ദിനൂപ്, ഡിവിഷൻ കൌൺസിലർ സൽമ ഷിഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ വർഗീസ് പ്ലാശ്ശേരി, റസിയ നിഷാദ്, നൌഷാദ് പല്ലച്ചി, കൌൺസിലർമാരായ എ ഇബ്രാഹിംകുട്ടി, ഇ.പി. ഖാദർ കുഞ്ഞ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS ഷിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്